നെഗറ്റീവ് ചിന്ത വന്നിട്ട് അങ്ങോട്ട് പോയാൽ കുഴപ്പമില്ല. നെഗറ്റീവ് ചിന്ത ഇമാജിനേഷൻ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ശരീരം താറുമാറാവും. നെഗറ്റീവ് ഇമാജിനേഷൻ, നെഗറ്റീവ് തോട്ട്സ് ഇതൊക്കെ വന്നാൽ ഡാമേജ്. ഹായ് ഗൈസ്, ഐ എം സുചിത്ര സബിത്. ഇന്നൊരു ഫുൾ എനർജി പവർ പാക്ട് എപ്പിസോഡ് ആയിരിക്കും. കാരണം ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഹിമാലയൻ മാസ്റ്റർ അഷ്റഫ് സാർ ആണ്. സോ ലെറ്റ്സ് വെൽക്കം സർ. ഞാൻ ഇന്ന് ആദ്യം ചോദിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ നെഗറ്റീവ് ചിന്തകൾ അതുപോലെ തന്നെ നമ്മുടെ നെഗറ്റീവ് പ്രവൃത്തികൾ കൊണ്ട് എനർജി ലീക്കേജ് സംഭവിക്കുമോ? തീർച്ചയായും എനർജി ലീക്കേജ് വരുമ്പോഴാണ് ടയേർഡ് ആവുക, സ്ട്രെസ് വരിക. ഇന്നെനിക്ക് ഉത്സാഹമില്ല, ഇന്നലെ നല്ല പവർഫുൾ ആയിരുന്നു, ഇന്നെനിക്ക് എന്തോ ഒരു അസ്വസ്ഥത തോന്നുന്നു. ശാരീരികമായിട്ടും മാനസികമായിട്ടും എല്ലാ തലത്തിലും ഒരു ഡൗൺ ആവല്, ഇതെല്ലാം എനർജിയുടെ ഒരു പ്രതിഭാസമാണ്. എനർജി ലീക്കേജ് ആവുമ്പോൾ, ലീക്കേജ് എന്ന് പറഞ്ഞാൽ ഡൗൺ ആവുക, ഒരു പ്രത്യേക ലീക്കേജിങ് അല്ല അവിടെ ഉദ്ദേശിക്കുന്ന ഡൗൺ ആവും. അപ്പായിട്ട് നിൽക്കുമ്പോൾ നല്ല പവർഫുൾ ആയിരിക്കും, മെന്റലി ഫിസിക്കലി എല്ലാം. അപ്പോൾ എനർജിയുടെ കൺസെപ്റ്റ് അറിയുന്നതിന് മുമ്പ് ശരീരത്തിൽ എനർജി എവിടെയൊക്കെ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു ധാരണ നമുക്കുണ്ടാവും. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നാഭി അഥവാ നെവൽ ചക്ര അല്ലെങ്കിൽ ഡാൻഡൈൻ, പല പേരിലാണ് അറിയപ്പെടുന്നത്. പൊക്കിളിന്റെ സൈഡ്, ഇവിടാണ് എനർജിയുടെ ഒരു ട്രാൻസ്ഫോമർ ശരിക്കും പറഞ്ഞു. പക്ഷേ അതിനെ കൺട്രോൾ ചെയ്യുന്നത് പീനിയൽ ഗ്ലാൻഡ് ആണ്. പീനിയൽ ഗ്ലാൻഡ് ആണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്ന എനർജി. പക്ഷെ നാഭിയാണ് എനർജിയുടെ ഒരു പ്രതിഭാസം സ്ഥിതി ചെയ്യുന്ന ഒരു ട്രാൻസ്ഫോമർ. അപ്പോൾ നെഗറ്റീവ് ചിന്ത വരുമ്പോൾ ഈ ആദ്യ ചിന്തകളുടെ പ്രതിഭാസം നമ്മൾ അറിയേണ്ടതുണ്ട്. കുറെ പറയാനുണ്ട് ഈ സബ്ജക്ട്, ചെറുതായിട്ട് ഞാൻ പറയാം. നമ്മൾ ഒരേ പാറ്റേണിൽ വീണ്ടും വീണ്ടും നെഗറ്റീവ് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനർജി ലീക്കേജ് ആവും. ഡാൻഡൈനിൽ നിന്ന് എനർജി ലീക്കേജ് ആവും. അപ്പൊ CPH ഹോർമോൺ കണ്ടുപിടിച്ചോന്ന് വെച്ചാൽ ഇല്ല, അതീന്ദ്രിയ ലോകത്തിന്റെ ഒരു സംഭവമാണ് ഞാൻ പറഞ്ഞു തന്നെ. എനർജി വേൾഡിൽ ഒരു തരംഗം സൃഷ്ടിച്ച് അതിന്റെ വേറെ വീഡിയോ ഇടാം. അപ്പൊ അതിൽ വേരിയേഷൻ വരും, എനർജി അങ്ങനെ ഡൗൺ ആവും. അപ്പോൾ നമ്മൾ ഫിസിക്കലി മെന്റലി ഒക്കെ പ്രശ്നങ്ങളായിട്ട് തോന്നും. ഈ നെഗറ്റീവ് ചിന്ത എങ്ങനെ നെഗറ്റീവായ, പോസിറ്റീവ് ചിന്ത എങ്ങനെ പോസിറ്റീവായി, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുന്നുണ്ട്. ഈ തോട്ട്സ് വരുന്നതിനനുസരിച്ച് നമ്മളുടെ ഹോർമോൺ സിസ്റ്റം ആ സെക്കൻഡിൽ മാറുന്നു. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ ഓരോ തോട്ട്സ് വരുമ്പോഴും ഹോർമോൺ അവിടെ മാറി മറിയാണ്. അപ്പൊ ഈ നെഗറ്റീവ് ചിന്ത ഏറ്റവും പ്രശ്നം സംഭവിപ്പിക്കുന്നപ്പോഴാണ്. നെഗറ്റീവ് ചിന്ത വന്നിട്ട് അങ്ങോട്ട് പോയാൽ കുഴപ്പമില്ല. നെഗറ്റീവ് ചിന്ത ഇമാജിനേഷൻ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ശരീരം താറുമാറാവും. അതായത് നമ്മുടെ അവയവങ്ങൾക്കൊക്കെ ഡാമേജ് സംഭവിക്കും. ലിവർ, കിഡ്നി, ഹാർട്ട്, ഇതിനൊക്കെ പ്രശ്നം വരും ഒരു ഇമാജിനേഷനിലേക്ക് കിടക്കുമ്പോൾ. അത്രയ്ക്ക് പവർഫുൾ ആയി മാറിക്കും. പിന്നെ ആ വ്യക്തിക്ക് രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടായിരിക്കും, ആ വ്യക്തി കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരും. കാരണം അങ്ങോട്ട് തിളച്ചു മറിഞ്ഞല്ലേ ആ ഇമാജിനേഷനിലേക്ക്. അതേ സംഭവം തന്നെ പോസിറ്റീവ് സംഭവിപ്പിക്കാം. പക്ഷെ പോസിറ്റീവ് നിൽക്കുന്നത് ഒരു പ്രത്യേക ഫ്രീക്വൻസിയിലാണ്. പോസിറ്റീവ് വരുമ്പോൾ ഇപ്പൊ നല്ല സന്തോഷകരമായ ഒരു ചിന്ത മനസ്സിലേക്ക് വരുവാണ്, നല്ല സന്തോഷം തരികയാണ് നമുക്ക്. നമ്മുടെ ജീവിതത്തിൽ നടന്ന വിജയങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നടന്ന നമുക്ക് നല്ല സന്തോഷം നൽകിയ അവസ്ഥകളോ ചിന്തകളോ കഴിഞ്ഞതോ വരാൻ പോകുന്നതോ, അങ്ങനെ ഒരു പ്രതിഭാസം മൈൻഡിലേക്ക് വന്നാൽ അപ്പോൾ തന്നെ സെറാട്ടോണിൻ, മെലാട്ടോണിൻ, ഡോപ്പമൈൻ ഇതൊക്കെ പ്രൊഡ്യൂസ് ആവാൻ തുടങ്ങും ആ സെക്കൻഡിൽ. അപ്പൊ ആ ഒരു അവസ്ഥ വന്നാൽ മനസ്സിന് സന്തോഷമായിരിക്കും എപ്പോഴും. അതേസമയം അഡ്രിനാലിൻ പോലെയുള്ള നെഗറ്റീവ് ഹോർമോൺ വന്നാലോ ഭയം, ആദി, ആങ്സൈറ്റി, ടെൻഷൻ ഒക്കെ വരും. ഈ ശ്രേണിയിൽ നിൽക്കുന്ന ചിന്ത മനസ്സിൽ വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ഇടപെടുന്ന രീതി, നമ്മുടെ ശീലങ്ങൾ, നമ്മൾ കണ്ടതും കേട്ടതും എല്ലാം ഇതിന് ബാധകമാണ്. എല്ലാം കൂടിയാണ് ഒരു പാക്കേജ് ആയിട്ട് തരുന്നത്. പക്ഷെ നെഗറ്റീവ് പ്രതിഭാസം നിൽക്കുന്ന ഫ്രീക്വൻസി പെട്ടെന്ന് മൈൻഡ് അക്സെപ്റ്റ് ചെയ്യുന്നു. അതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പൊ നമ്മൾ പറയാണ് ഞാൻ കോടീശ്വരനാവുന്നു, ഒരു വ്യക്തി വെറുതെ പറയാണ്, വെറുതെ നിന്ന് ഞാൻ കോടീശ്വരനാവുന്നു. അപ്പോ മനസ്സ് പറയും ഇല്ല, എങ്ങനെ കോടീശ്വരനാവും, ഇന്നലെ വരെ ദാരിദ്ര്യമുള്ള ആൾ ഇങ്ങനെ പറഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യില്ല അല്ലെ. നോർമലി അങ്ങനെ പറഞ്ഞാൽ മൈൻഡ് അക്സെപ്റ്റ് ചെയ്യില്ല, ഞാൻ കോടീശ്വരനാവുന്നു എന്ന് പറഞ്ഞു. പിന്നെ അടുത്ത സെക്കൻഡ് പറയാണ് ഞാൻ കോടീശ്വരനല്ല, എന്റെ കയ്യിൽ ഒന്നുമില്ല. മൈൻഡ് അപ്പോൾ തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നു അല്ലെ. ആ നിമിഷം തന്നെ മൈൻഡ് അക്സെപ്റ്റ് ചെയ്യണം, മനസ്സ് സമ്മതിക്കുകയാണ് ഇത് കറക്റ്റ് ആണ്. എന്തുകൊണ്ട് ആദ്യത്തത് മൈൻഡ് കറക്റ്റ് ആണെന്ന് സമ്മതിച്ചില്ല, രണ്ടാമത്തത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? അപ്പോൾ അറിഞ്ഞിരിക്കേണ്ടത് ചില പ്രതിഭാസങ്ങൾ പോകുന്ന ഫ്രീക്വൻസി മൈൻഡ് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യും, ചിലതും മൈൻഡ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിനെ എങ്ങനെ മാറ്റാം? അതിന് വിദ്യകളുണ്ട്. നമ്മൾ ഇതേപോലെ തന്നെ അതിനെ ആക്കി മാറ്റാം. അപ്പോൾ ഇതിൽ ഇമാജിനേഷൻ വന്ന വ്യക്തികൾക്കാണ് ആങ്സൈറ്റി ഒക്കെ കയറി പിടിക്കുക. പ്രസന്റിൽ ഇതൊന്നുമില്ല, സോളിഡ് പ്രസന്റിൽ സന്തോഷവുമില്ല, ദുഃഖവുമില്ല. അതാണ് യഥാർത്ഥ മൈൻഡിന്റെ ഒരു സ്റ്റേറ്റ്, അതാണ് വേണ്ടത്. അപ്പോൾ നെഗറ്റീവ് ഇമാജിനേഷൻ കണ്ടിന്യൂ ആയിട്ട് വരുമ്പോൾ, ഇപ്പോൾ ഒരു തോട്ട്സ് വന്നു,
ഒരു തോട്ട്സ് നെഗറ്റീവായിട്ട് നമ്മളിലേക്ക് വരാൻ കാരണം ആദ്യം അതിന്റെ റൂട്ട് തപ്പുക. ഒരു നെഗറ്റീവ് തോട്ട്സ് വരാൻ കാരണം ഒന്നല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച നെഗറ്റീവ് ദുരന്തങ്ങൾ, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ നടന്ന പരാജയങ്ങൾ, ഇതൊക്കെയായിട്ട്, അല്ലെങ്കിൽ ആകുലത, വരാൻ പോകുന്ന പ്രശ്നങ്ങൾ, നമ്മുടെ ജീവിതത്തെ സാമ്പത്തിക പ്രശ്നമാവാം, ശാരീരികമായ രോഗങ്ങളാവാം, കുടുംബത്തെ പറ്റിയുള്ള ചിന്തകളാവാം, ഇതൊക്കെ കാരണമായേക്കാം. ഒരു നെഗറ്റീവ് തോട്ട്സ് ഇങ്ങോട്ട് വന്നു, അത് കുറച്ച് നേരത്തേക്ക് നിൽക്കുമ്പോൾ എന്ത് പറ്റും? അത് കുറച്ച് നേരം ഇങ്ങനെ വീണ്ടും വീണ്ടും കറങ്ങുമ്പോൾ അത് ഇമാജിനേഷനിലേക്ക് കടക്കാൻ തുടങ്ങും. അപ്പൊ മൈൻഡിന്റെ ഒരു പ്രതിഭാസം നിങ്ങൾ അറിഞ്ഞിരിക്കണം. മൈൻഡിന്റെ പല തലങ്ങളുണ്ട്, ബോധതലം വരെ ഉണ്ട്. അത് ഇമാജിനേഷൻ ആയി കഴിയുമ്പോൾ ശരീരം അങ്ങോട്ട് ഏറ്റെടുക്കും. ആദ്യം മനസ്സിലാർന്ന് കളി മുഴുവൻ നടന്നത്, പിന്നെ അത് ശരീരത്തിനെ ബാധിക്കാൻ തുടങ്ങും. നമ്മൾ പെട്ടെന്ന് ഡിപ്രസ്ഡ് ആവും. ഹൃദയത്തിന്റെ, അതായത് ഹാർട്ടിന്റെ താളം പിടിപ്പ്, അതായത് പൾസ് റേറ്റ് ഒക്കെ മാറാൻ തുടങ്ങും. BP ഭയങ്കര ഹൈ ആവും, ചിലർ ലോ ആവും. ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അങ്ങോട്ട് സംഭവിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിനെ തടയിടാൻ എന്താ മാർഗം? ഇതിനെ തടയിടാൻ ഉഗ്രമായ വിദ്യകളുണ്ട്. അത് അടുത്ത വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പൊ ഈ നെഗറ്റീവ് തോട്ട്സ് വന്നു വരുമ്പോഴും നമ്മളുടെ നാഭിയിൽ നിന്നും ഡയറക്റ്റ് എനർജി സിംഗിൾ ചാനലിലൂടെ എപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മനുഷ്യന്റെ 2 കാലിൽ കൂടിയും എനർജി വന്നിട്ട് ഡാൻഡൈൻ എന്ന് പറഞ്ഞ നാഭിയിൽ കൂടി സെൻട്രൽ ചാനലിൽ കൂടി എനർജി സദാസമയം പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. ഈ നെഗറ്റീവ് തോട്ട്സ് ഇങ്ങനെ കണ്ടിന്യൂ വന്ന് ഒരു ഇമാജിനേഷൻ ആയിട്ട് രൂപാന്തരപ്പെടുമ്പോൾ ഈ എനർജി അവിടെ തടസ്സപ്പെട്ടു. അത് അതിൻ്റെതായ രീതിക്ക് പല രീതിയിലേക്കും സ്കാറ്ററിംഗ് ആയി ചിതറിപ്പോകുന്നു. അപ്പോൾ അത് മൈൻഡിനെ ബാധിക്കുന്നു. മൈൻഡിൽ പ്രശ്നങ്ങൾ സംഭവിക്കുന്നു, ശരീരത്തിൽ പ്രശ്നങ്ങൾ സംഭവിക്കുന്നു. അതുകൊണ്ട് എനർജി ലീക്കേജ് ആയി എന്ന് പറയാം, അല്ലെങ്കിൽ ഡൗൺ ആയി എന്ന് പറയാം. അങ്ങനെ വരുന്ന അവസ്ഥയ്ക്കാണ് എനർജി ഡൗൺ ആവുക. അപ്പോൾ എനർജി ഡൗൺ തീർച്ചയായിട്ടും അപ്പൊ നെഗറ്റീവ് ചിന്തകൾ വന്നാൽ എനർജി ഡൗൺ ആവും, ശരീരത്തിൽ പ്രശ്നങ്ങൾ സംഭവിക്കും, ഹോർമോൺ തകരാറാവും. ഇതെങ്ങനെ നമുക്ക് തെളിയിക്കാം എനർജി ലീക്കേജ് ആവുന്നുണ്ട്? നമ്മൾ ഒന്ന് ചിന്തിക്കുക. നല്ല കാര്യത്തെ പറ്റി മാത്രം 5 മിനിറ്റ് ഒരു നല്ല കാര്യത്തെ പറ്റി മാത്രം ഇമാജിനേഷൻ ചെയ്യുക, പറയുകയും ചെയ്യുക, ഇമാജിനേഷൻ ചെയ്യുക. 2 രീതിയിൽ പ്രോസസ് ചെയ്യുക മൈൻഡിനെ. എന്നിട്ട് തൊട്ടടുത്തൊരു ലാബ് ഉണ്ടെങ്കിൽ അധികം ഗ്യാപ്പ് കൊടുക്കരുത്. ലാബിൽ പറയണം എന്റെ എല്ലാം ഒന്ന് ചെക്ക് ചെയ്യുക, കൊളസ്ട്രോൾ, BP, അതായത് ശരീരത്തിന്റെ നോർമൽ ഉള്ളതൊക്കെ ചെക്ക് ചെയ്യാൻ പറയാം. ലാബ് റിപ്പോർട്ട് കിട്ടി. കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ഹെവി നെഗറ്റീവ്, അതായത് ശാരീരികമായ മാനസികമായ അസുഖങ്ങളെ പറ്റിയോ കണ്ടിന്യൂ ഇമാജിൻ കൊടുക്കുക. നമുക്ക് അത് വരുന്നു എന്നുള്ളത്. എന്നിട്ട് ലാബിൽ പോയി ടെസ്റ്റ് ചെയ്യുക. കീഴ്മേൽ പറഞ്ഞിട്ടുണ്ടാവും. പറഞ്ഞതിന്റെ അർത്ഥം എന്തും സംഭവിപ്പിക്കാനുള്ള കഴിവ് മനസ്സിനുണ്ട്. അപ്പോൾ ഈ നെഗറ്റീവ് ഇമാജിനേഷൻ വരുമ്പോൾ എനർജി ലീക്ക് ആവും. അത് ഡാൻഡൈനിൽ നിന്നാണ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ജനനം, മരണം, അസ്തിത്വം എല്ലാം നാഭിയെ ചുറ്റിപ്പറ്റി ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നെഗറ്റീവ് ഇമാജിനേഷൻ, നെഗറ്റീവ് തോട്ട്സ് ഇതൊക്കെ വന്നാൽ ഡാമേജ് എന്നല്ല മരണത്തിലേക്ക് പോലും വലിച്ചഴിച്ചളയും. അപകടങ്ങളിലേക്കും വൻ ദുരന്തങ്ങളിലേക്കും വലിച്ചഴയ്ക്കും. കണ്ടിന്യൂ നെഗറ്റീവ് വന്നാൽ പിന്നെ നമുക്ക് പ്രസന്റിൽ സാധ്യമല്ല, ഒന്നും വർക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഒരു കൺസെപ്റ്റ് ഉണ്ട്, ബിസി ആക്കി ഒരാളെ വെച്ചാൽ കൺട്രോൾ ആക്കാൻ പറ്റില്ല, ഒരിക്കലും ആക്കാൻ പറ്റില്ല. കാരണം ഒരാൾ ബിസി ആവണമെങ്കിൽ എന്തെങ്കിലും ജോലിയിലേക്ക് ആ വ്യക്തിയെ ബിസി ആക്കേണ്ടി വരും. ഫോഴ്സ് പോലെയുള്ള കാര്യങ്ങളിലേക്ക് ഒന്നും ചിന്തിക്കാനുള്ള സമയം കൊടുക്കരുത്. പക്ഷെ ആ അവസ്ഥയിലേക്ക് വ്യക്തി വന്നെങ്കിൽ ഈ ഇമാജിനേഷൻ മൈൻഡിൽ നിന്ന് മാറി നിൽക്കണം, അല്ലേ? ആ വ്യക്തി എത്ര ബിസി ആവണമെങ്കിലും ഈ ഇമാജിനേഷന്റെ ഒരു ബാധ കണക്ക് മൈൻഡിൽ കിടന്ന് കറങ്ങാണ്. അപ്പൊ അതിന് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റില്ല. എത്ര ബിസി ആക്കണമെങ്കിലും ആ വ്യക്തി അപ്പോഴും അതിന് സമ്മതിക്കണം, മൈൻഡ് കൊണ്ട് സമ്മതിക്കണം. അപ്പൊ മനസ്സ് സമ്മതിക്കില്ല. ഇമാജിനേഷൻ കയറി വന്നേക്കാണ് നെഗറ്റീവ് പോസിറ്റീവ്. അപ്പോൾ പോസിറ്റീവ് ഇമാജിനേഷൻ വന്നാൽ നമ്മൾ ടോപ്പിലെത്തിക്കും. നെഗറ്റീവ് ഇമാജിനേഷൻ വന്നാൽ ശാരീരികമായും മാനസികമായും ഡൗൺ ആവും. എനർജി തീർച്ചയായിട്ടും ലീക്കേജ് ആണ്, എനർജി ഡൗൺ ആവും. അതുകൊണ്ടാണ് നമുക്ക് തോന്നുന്ന ചില ദിവസങ്ങളിലൊക്കെ നല്ല ഉത്സാഹം, ചില ദിവസങ്ങൾ തീരെ മൂഡൌട്ട്. ഈ മൂഡൌട്ട് ആവാൻ കാരണം എന്താണ്? നാഭിയിൽ നടക്കുന്ന, അല്ലെങ്കിൽ ഡാൻഡൈനിൽ നടക്കുന്ന പല ലാംഗ്വേജിലാണ് പല രാജ്യങ്ങളിലും അറിയപ്പെടുന്നത്. അതിനുള്ള വേരിയേഷനാണ്. ഇതിന്റെ വില്ലൻ ആരാണ്? ചിന്തകൾ. മനസ്സിലെ ചിന്തകളാണ് ഇതിന്റെ വില്ലൻ. അപ്പൊ അത് വരാത്ത രീതിയിലൊക്കെ നമുക്ക് ആക്കാവുന്നതുള്ളൂ. അതിനൊക്കെ പ്രസന്റിലേക്ക് ആക്കി മാറ്റാം. അപ്പൊ എനർജി ലീക്കേജ് ആവുമോ എന്നുള്ളത് ജനത്തിനൊരു സംശയമായിരുന്നു. തീർച്ചയായിട്ടും ലീക്കേജ് ആവും. ലീക്കേജ് ആവുമ്പോൾ അത് രോഗത്തിലേക്കും തുടർച്ചയായ ഒരു പ്രതിഭാസം ആവുമ്പോൾ അത് ഒരു അപകടത്തിലേക്കും നയിച്ചേക്കാം. ഓക്കെ, എന്റെ നല്ലൊരു ഡൗട്ട് ആയിരുന്നു ഇത്. അത് നന്നായിട്ട് എനിക്ക് ക്ലിയർ ചെയ്ത് തന്നു. താങ്ക് യു മാസ്റ്റർ.